CPM സഹയാത്രികൻ അഡ്വക്കേറ്റ് BN ഹസ്കർ RSPയിലേക്ക് 36 വർഷത്തെ CPM ബന്ധം അവസാനിപ്പിക്കുകയാണെന്ന് ഹസ്കർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഹസ്കറിന് അംഗത്വം നൽകും. ഷമീർ അബ്ദുൾ തയ്യാറാക്കിയ റിപ്പോർട്ട്. രാഷ്ട്രീയ നിരീക്ഷകൻ BN ഹസ്കർ, നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചകളിൽ അദ്ദേഹം മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ വിമർശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വിമർശനം സമൂഹ മാധ്യമങ്ങളിൽ ഇടത് ഹാൻഡിലുകളിൽ നിന്ന് വന്നപ്പോൾ തന്നെ അദ്ദേഹം ഇനി മുതൽ താൻ ഇടത് നിരീക്ഷകൻ എന്നറിയപ്പെടില്ല, നിരീക്ഷകൻ മാത്രമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം രാഷ്ട്രീയ നിരീക്ഷകനായി പോയ ആളാണ്. ഇപ്പോൾ അദ്ദേഹം RSPയിൽ മെമ്പർഷിപ്പ് എടുത്തിരിക്കുകയാണ്. എന്തുകൊണ്ട് RSP? ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ ചിന്തിച്ചു തുടങ്ങിയും ഇടതുപക്ഷ രാഷ്ട്രീയം വർത്തമാനം പറയുകയൊക്കെ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഇടതുപക്ഷം ആരായിരുന്നു എന്നുള്ളതായിരുന്നു കഴിഞ്ഞ കുറേ നാളായി എൻ്റെ പ്രതിസന്ധി. അതൊരു തരത്തിലുള്ള ഒരു വല്ലാത്ത അന്വേഷണമായിരുന്നു. ആ പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം മുതൽ ബംഗാളിലെ നവോത്ഥാന കാലഘട്ടം മുതൽ ഒരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് RSP. ഇപ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇടതുപക്ഷ രാഷ്ട്രീയമല്ല പറയുന്നത്, അതൊരു സോഷ്യൽ ഡെമോക്രാറ്റിക് രാഷ്ട്രീയം പോലും പറയുന്നില്ല. അതിന് പകരം ഇടതുപക്ഷം തീവ്ര വലതുപക്ഷത്തിലേക്ക് വ്യതിചലിച്ചിരിക്കുന്നു എന്ന കാഴ്ചപ്പാടാണ് എനിക്കുണ്ടായിരുന്നത്. അത് അങ്ങനെ തീവ്ര വലതുപക്ഷത്തിലേക്ക് വ്യതിചലിക്കുന്ന രാഷ്ട്രീയത്തോടൊപ്പം സഞ്ചരിക്കുന്നതിന് പകരം ഇന്ന് ഇന്ത്യയിലെ ഇടതുപക്ഷം ആര് എന്നുള്ള അന്വേഷണമായിരുന്നു. ആ അന്വേഷണത്തിൽ ഇന്ന് ശ്രീ രാഹുൽ ഗാന്ധി നടത്തുന്ന ഇടതുപക്ഷ ഇടപെടലുകൾ പോലും ഒരുപക്ഷെ CPMന് നടത്താൻ കഴിയുന്നില്ല, ഇടതുപക്ഷ പാർട്ടികൾക്ക് നടത്താൻ കഴിയുന്നില്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് കേരളത്തിൽ ഇടതുപക്ഷം ഇന്ന് ശ്രീ VD സതീശനും ശ്രീ ഷിബു ബേബി ജോണും ഒക്കെയാണ് ഇടതുപക്ഷം എന്നുള്ളതുകൊണ്ട് ആ ധാരയിലേക്ക് പോവുക എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ RSPയിൽ ചേരാൻ തീരുമാനം. ഏതെങ്കിലും തരത്തിലെ ഓഫറുകൾ അങ്ങേക്ക് ഈ പാർട്ടിയിലേക്ക് വരുന്നതിൽ ഉണ്ട്? ഒരു തരത്തിലും അങ്ങനെ ഒരു ഓഫറുകളുടെ അടിസ്ഥാനത്തിലല്ല ഞാൻ രാഷ്ട്രീയം പ്രവർത്തനം കാണുന്നത്. CPMും ഇടതുപക്ഷവും വലതുപക്ഷത്തിലേക്ക് ചേക്കേറിയിരിക്കുന്നു എന്ന അത് തിരിച്ചറിയിക്കേണ്ടത് ഒരു ഉത്തരവാദിത്വമാണ്, കാലഘട്ടത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ടാണ് ഞാൻ അത്തരം ഒരു തീരുമാനം എടുത്തത്. ഇപ്പോൾ ഈ വസീഫ് അടക്കമുള്ള ആളുകൾ നമ്മൾ പേരെടുത്ത് തന്നെ പറയാം, അങ്ങേ വിമർശിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുകയൊക്കെ ചെയ്തിരുന്നു. അതൊക്കെ അങ്ങേ വേദനിപ്പിച്ചു. ഒരു ഫുൾ ടൈം രാഷ്ട്രീയ പ്രവർത്തകനെ പോലെയായിരുന്നു കഴിഞ്ഞ 7-7.5 കൊല്ലമായി ഞാൻ ഇടതുപക്ഷത്തിന് വേണ്ടി വർത്തമാനം പറയുക. അപ്പോൾ സ്വാഭാവികമായും ഇടതുപക്ഷ ഹാൻഡിലുകളിൽ വിമർശിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ പാർട്ടി ചെയ്ത തെറ്റുകളെ അല്ലെങ്കിൽ ഭരണകൂടം ചെയ്യുന്ന തെറ്റുകളെ വിമർശിച്ചാൽ ആ വിമർശനം ഉൾക്കൊള്ളുന്നതിനുള്ള സഹിഷ്ണുതയില്ലാത്തതാണ് ഇന്ന് പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. അങ്ങ് പാർട്ടി വിമർശിച്ചിട്ടുണ്ടോ ഏതെങ്കിലും തരത്തിൽ? പാർട്ടി ഞാൻ കേന്ദ്ര കമ്മിറ്റിയുടെ ലൈനിലായിരുന്നു. ഞാൻ ഇപ്പോഴും എൻ്റെ ബോധ്യം പാർട്ടി കേന്ദ്ര കമ്മിറ്റി എടുത്ത നിലപാടുകൾക്കൊപ്പമായിരുന്നു. പക്ഷേ അത് കേൾക്കാൻ കേരളത്തിലെ പാർട്ടിക്കോ എൻ്റെ പാർട്ടിക്ക് എൻ്റെ ഘടകത്തിനോ കഴിയാതെ വരുന്നു എന്നുള്ളിടത്തു നിന്നാണ് ഞാൻ പുറത്തിറങ്ങി പറയുക എന്ന്. കാരണം നമുക്ക് ഇരട്ടത്താപ്പെടുക്കാൻ കഴിയില്ല, ഉള്ളിൽ നിന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കാൻ കഴിയില്ല, മാത്രമല്ല ഒറ്റയ്ക്ക് നിന്ന് പോരാനും ഉള്ള കരുത്തും എനിക്കില്ല. വിചാരധാരയുടെ വെല്ലുവിളികളെ പ്രതിരോധിക്കുക എന്ന ഉത്തരവാദിത്വമാണ് ഞാൻ വലതുപക്ഷത്തിൽ അല്ലെങ്കിൽ UDFലേക്ക് ചെല്ലുന്നതിനുള്ള ഒരു ഘടകം. ക്യാമറ പേഴ്സൺ വിജീഷിനൊപ്പം ഷമീർ, ന്യൂസ് മലയാളം, കൊല്ലം.